ഓവർ തിങ്കിങ് ചെയ്യുന്ന ആളുകളിൽ പ്രധാനമായും 4 ബിഹേവിയേഴ്സാണ് കണ്ടുവരുന്നത്. ഒന്നാമതായി, ഏതൊരു കാര്യത്തിനും ഒരു പ്രത്യേക ഭയം. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു ഉറച്ച തീരുമാനം എടുക്കേണ്ട സാഹചര്യത്തിൽ അതിന് കഴിയാതെ വരിക. മൂന്നാമതായി പറയുന്നത്, തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക, സെൽഫ് ബ്ലെയിമിങ്. നാലാമത്തെ കാര്യം, പീപ്പിൾ പ്ലീസിങ്, എപ്പോഴും മറ്റുള്ളവരുടെ ഒരു വാലിഡേഷൻ സീക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇതിൽ എന്തിനോടുമുള്ള ഒരു പ്രത്യേക ഭയം എന്ന് പറയുന്നത് ഇത്തരം ആളുകളുടെ ചിന്തയിൽ നിന്ന് രൂപപ്പെട്ടു വരുന്നതാണ്. അവർ ഏതൊരു ചെറിയ കാര്യത്തിന് പുറപ്പെടുമ്പോഴും ഇത് ഞാൻ ചെയ്താൽ ശരിയാകുമോ, അല്ലെങ്കിൽ ഇത് തെറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്തായിരിക്കും, ഇത്തരം ചിന്തകളായിരിക്കും മനസ്സിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ആ കാര്യം അനിശ്ചിതമായി മാറ്റിവെക്കപ്പെടാനും അല്ലെങ്കിൽ അത് ചെയ്യാതിരിക്കാനും വരെ അത് കാരണമായി തീരും. രണ്ടാമതായുള്ള കാര്യമാണ് തീരുമാനമെടുക്കാനുള്ള ബുദ്ധിമുട്ട്. ഏതൊരു സാഹചര്യത്തിൽ എത്തിപ്പെടുമ്പോഴും ഒരു തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ അത് എടുത്തു കഴിഞ്ഞാലുള്ള കാര്യത്തെക്കുറിച്ചായിരിക്കും അവരാദ്യം ചിന്തിക്കുന്നത്. അത് ചെയ്യുന്നത് ശരിയാണോ, അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലൊരു കാര്യം ചെയ്താൽ ഇതിനേക്കാൾ കൂടുതൽ നല്ല റിസൾട്ട് ലഭിക്കുകയില്ലേ, അല്ലെങ്കിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും, ഇത്തരം 100 ചിന്തകൾ അവരുടെ മനസ്സിലേക്ക് വരും. അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായി ഒരു തീരുമാനത്തിൽ എത്തിപ്പെടാൻ സാധിക്കുകയില്ല. ഇതിൽ മൂന്നാമതായി വരുന്ന കാര്യമാണ് സെൽഫ് ബ്ലെയിം, അല്ലെങ്കിൽ തന്നെ കുറ്റപ്പെടുത്തുക എന്നത്. ഓവർ തിങ്കിങ് എങ്ങനെയാണ് സെൽഫ് ബ്ലെയിമിന് കാരണമായി തീരുന്നതെന്ന് വെച്ചാൽ, ഇവർ ചെയ്തു പോയ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം അല്ലെങ്കിൽ പറഞ്ഞു പോയ ഒരു വാക്ക്, ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലേക്ക് വീണ്ടും ചിന്തകൾ വരികയും അതിനെ കൂടുതൽ അനലൈസ് ചെയ്ത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നാകുമായിരുന്നു, ആ ഒരു പ്രശ്നം എനിക്ക് ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു, എല്ലാം എൻ്റെ ഒരു പ്രവൃത്തിയുടെ അല്ലെങ്കിൽ എൻ്റെ ഒരു സംസാരത്തിൻ്റെ ഒക്കെ പ്രശ്നമാണെന്ന് ചിന്ത വരികയും അത് സെൽഫ് ബ്ലെയിമിന് കാരണമായി തീരുകയും ചെയ്യുന്നു. ഇതിൽ അവസാനമായി വരുന്നൊരു കാര്യമാണ് പീപ്പിൾ പ്ലീസിങ് എന്ന് പറയുന്നത്. എപ്പോഴും മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി തൻ്റെ ഇഷ്ടങ്ങളും തൻ്റെ ആഗ്രഹങ്ങളും ഒക്കെ വേണ്ട എന്ന് വെച്ച് ഒരു നോ പറയേണ്ട സിറ്റുവേഷൻസിൽ പോലും അത് പറയാതെ ഒരുപാട് നല്ല കുട്ടി ഇമേജ് വരുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. പലപ്പോഴും ഇതൊരു നല്ല സ്വഭാവമായി തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇവിടെ ആ ഒരു വ്യക്തി അനുഭവിക്കുന്ന മാനസിക സംഘർഷം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇത്തരത്തിലുള്ള ഓവർ തിങ്കിങ് പാറ്റേണിൽ നിന്നും പുറത്തു വരാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ശ്രീരുദ്രയിലേക്ക് വരാം. സ്മൃതി മെഡിറ്റേഷൻ വഴി അതിനൊരു ശാശ്വത പരിഹാരം നേടുകയും ചെയ്യാം.